കാലഹോരയ്ക്കെന്ന പോലെ 12 രാശികൾക്കും അധിപന്മാരുണ്ട്. ചിങ്ങം മുതൽ മകരം വരെ മുന്നോട്ടുള്ള രാശികൾ സൂര്യനുള്ളതാണ്. അതുകൊണ്ട് ഇതിനെ സൗരരാശികൾ എന്ന് പറയുന്നു. കർക്കിടകം മുതൽ പിറകോട്ട് കുംഭം വരെയുള്ള 6 രാശികൾ ചന്ദ്രൻ്റേതാണ്. ഇതിനെ ചന്ദ്രരാശികൾ എന്നും പറയും. തുടർന്ന് സൂര്യനും ചന്ദ്രനും യഥാക്രമം ഓരോ രാശി വീതം മറ്റു ഗ്രഹങ്ങൾക്ക് ഭാഗിച്ചു നൽകി. അതോടെ സൂര്യനും ചന്ദ്രനും ഓരോ രാശി സ്വന്തമായും 6 രാശികളുടെ വീതം മൊത്തത്തിലുള്ള നിയന്ത്രണവും കയ്യിൽ വന്നു. മറ്റു ഗ്രഹങ്ങളാകട്ടെ ഒരു സൗരരാശിയും ഒരു ചന്ദ്രരാശിയും ലഭിക്കുകയുണ്ടായി. ഇതിനെക്കുറിച്ച് വിശദമായി പറയുകയാണെങ്കിൽ നമുക്ക് നാഥനും രാശിയും എന്തൊക്കെയെന്ന് നോക്കാം. സൂര്യൻ്റെ രാശി ചിങ്ങമായിട്ടും ചന്ദ്രൻ്റെ രാശി കർക്കിടകവും ബുധൻ്റെ രാശി മിഥുനം കന്നി, ശുക്രൻ്റെ രാശി ഇടവം തുലാം, ചൊവ്വയുടെ രാശി മേടം വൃശ്ചികം, വ്യാഴത്തിൻ്റെ ധനു മീനം, ശനിയുടെ രാശി മകരം കുംഭം. സൂര്യനും ചന്ദ്രനും ഓരോ രാശികളും മറ്റു ഗ്രഹങ്ങൾക്ക് 2 രാശികളും കിട്ടാനുള്ള കാരണത്തെപ്പറ്റി നമുക്ക് നോക്കാം. ചിങ്ങം മുതൽ മകരം വരെയുള്ള 6 രാശികൾക്കും സൂര്യനും, കർക്കിടകം മുതൽ പ്രതിലോമയായി കുംഭം വരെയുള്ള 6 രാശികൾക്ക് ചന്ദ്രനും നാഥന്മാരാണ് എന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഇവരുടെ ദാനപ്രകാരമാണ് മറ്റു ഗ്രഹങ്ങൾക്ക് ഈ 2 രാശികൾ വീതം കിട്ടിയിട്ടുള്ളത്. ഇതിനു പുറമെ രാഹുകേതുകൾ ഉൾപ്പെടുത്തി കാണുന്നുണ്ട്. എന്നാൽ ഇവ രണ്ടും ആകാശത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന താമോഗ്രഹങ്ങളാണ്. രാഹുവിന് കർക്കിടകം, മേടം, ഇടവം, കുംഭം, വൃശ്ചികം എന്നിവ ബലമുള്ള രാശികളും ഇവയിൽ നിൽക്കുന്ന രാഹുവിൻ്റെ ദശയിൽ ധനധാന്യലാഭങ്ങളും വിദ്യയും രാജപ്രീതിയും കിട്ടുന്നതാണ്. കന്നി, മീനം, ഇടവം ഈ രാശികളിൽ നിൽക്കുന്ന കേതുവും മുകളിൽ പറഞ്ഞതായ ഫലങ്ങളെ തൽദശകളിൽ നൽകുന്നതാണ്.